മയിൽപ്പീലികളെല്ലാം ഞാൻ എൻ്റെ വീടിൻ്റെ തൊടിയിൽ നിന്ന് പറക്കിയെടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? സത്യമാണ്. ഒരു മയിൽ നമ്മുടെ തെങ്ങിൽ ഇന്നും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ തന്നെ ഒരുപാട് പീലികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊരു വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും പീലികളുള്ളൊരു മയിലിൻ്റെ പീലിങ്ങനെ കൊഴിഞ്ഞു വീഴുമോ എന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും നേരിട്ട് കണ്ടു. അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പീലി പൊഴിച്ച് നമ്മുടെ തൊടിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ പീലിങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് മൊത്തം പോവും. അതിനുശേഷം വീണ്ടും ഇവർക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായി വരും. ഭയങ്കര അത്ഭുതമാണ്. അത് ഞാൻ ഈ പീലി ഇല്ലാത്ത ആ മയിലിനെ കൂടെ കാണിക്കാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ കിട്ടും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതിൻ്റെ ചെറിയൊരു തുമ്പൊക്കെ കിട്ടിയിട്ട് പണ്ട് പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമാണ്. കുട്ടികൾക്ക് അത്ര ഇതില്ല, അവരിതെടുത്തിട്ടൊക്കെ ഓടിക്കും. അപ്പോൾ ഞാനത് അവർ കാണാതെ ഇങ്ങനെ സേഫായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഇങ്ങനെ ഇത്രയും ഇതാണ് അതിൻ്റെ. ഇപ്പോൾ കോഴീൻ്റെ തൂവൽ പോലെ ആ ഒരു സാധനമൊക്കെ കണ്ടോ, അതിൻ്റെ അറ്റം ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇത്രയും അത് മുറിച്ച് കളയാൻ എനിക്കൊരു വിഷമവും. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ മയിൽപ്പീലി? എന്ത് ഭംഗിയാണിത് കാണാനായിട്ട്. വേറെ ഏതൊരു കിളീൻ്റെ തൂവലും ഇത്രയും ഇതില്ല അല്ലേ? അപ്പോൾ അങ്ങനെ പിന്നെ കാണാം.